കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ശങ്കരാചാര്യരുടെയും സ്വാമി സച്ചിദാനന്ദ ശിവാഭിനവ നരസിംഹ ഭാരതിയുടെയും പ്രതിമ സ്ഥാപിച്ചു. 24 അടി ഉയരമുള്ളതാണ് ശങ്കരാചാര്യരുടെ പ്രതിമ. ഫൈബർ ഗ്ലാസിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൂർ സ്വദേശി ശില്പി പ്രേം പി ലക്ഷ്മണന്റെ നേതൃത്വത്തിലാണ് ശങ്കരാചാര്യരുടെ പ്രതിമ നിർമ്മിച്ചത്. 1.5 വർഷം കൊണ്ടാണ് പ്രതിമ നിർമ്മാണം പൂർത്തിയാക്കിയത്. ശങ്കരാചാര്യരുടെ ജന്മഭൂമിയായ കാലടിയിലെ ഈ സ്ഥലത്ത് ആചാര്യ വലിയൊരു ശില്പം ചെയ്യാൻ വേണ്ടിയിട്ട് കാലടിയിൽ തന്നെ ഉള്ള ശ്യാം കാലടി എന്ന കലാകാരൻ എൻ്റെ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ എന്നെയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വർക്ക് എനിക്ക് തന്നതാണ്. അപ്പോൾ ഇവരുടെ ഇവിടെയുള്ള ആചാര്യന്മാരും അത് ആചാര്യരുടെ അടുത്ത അറിയുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് ആണ് ഞാൻ ഇത് ഇങ്ങനെ രൂപകൽപ്പന ചെയ്തത്. ആദ്യം ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി ഒരു 3 അടി വലിപ്പത്തിലൊരു മാതൃകാ രൂപം ഉണ്ടാക്കി ശൃംഗേരിയിലെ ആചാര്യരുടെ അടുത്ത് കൊണ്ട് കാണിച്ച് അതിൻ്റെ അഭിപ്രായം വാങ്ങി ആണിത് ഞാൻ കണ്ണൂരിലെ എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ചെയ്തത്. ഇതിന് ഹൈറ്റ് 16 അടി ഉയരവും ബേസ് എല്ലാം 24 അടി ഉയരത്തോളം ഇതിന് വരുന്നുണ്ട്. ഇത് ഫൈബർ ഗ്ലാസ് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നതും കേടുകൂടാതെ ഇരിക്കുന്നതും ബലവും ഒക്കെയുള്ള ഒരു മെറ്റീരിയലാണ് ഇത് വെച്ചിട്ട്. ഇത് ഏകദേശം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1.5 വർഷം എടുത്തിട്ടുണ്ട്. 1.5 വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ഇതിന് ഏകദേശം ഒരു 10-11 പേരോളം പല ഘട്ടങ്ങളിലായിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇത് സ്ഥാപിക്കാനായി വന്നത് 6 പേര് ഞങ്ങൾ വന്നിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോരാളിങ്ങനെ പല രീതിയിലുള്ള എന്നെ പല സഹായത്തിനും ഓരോരാളെ കൂട്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കൊണ്ടുവന്നത് 2 ലോറിയിലാണ് ഇതിവിടെ കൊണ്ടുവന്നത്. അപ്പോൾ 2 പാർട്സായിട്ടാണ് ഇത് ഉണ്ടായത്. പകുതി വരെ ഒരു പീസും പിന്നീട് മുകളിലേക്ക് വേറെ ഒരു പീസുമായിട്ട് അതിവിടെ കൊണ്ടുവന്ന് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ശൃംഗേരി മഠത്തിന്റെ 33ാമത് മഠാധിപതിയായിരുന്നു സ്വാമി സച്ചിദാനന്ദ ശിവാഭിനവ നരസിംഹ ഭാരതി. 1910 കാലടിയിൽ സ്വാമി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം നിർമ്മിച്ചതും ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ നടത്തിയതും. മാർബിളിൽ തീർത്തതാണ് പ്രതിമ. രാജസ്ഥാനിലായിരുന്നു പ്രതിമ നിർമ്മിച്ചത്. 2 പ്രതിമകളും ഭക്തജനങ്ങൾക്ക് കാണാൻ തുറന്നു നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക അനാച്ഛാദന ചടങ്ങുകൾ പിന്നീട് നടക്കും.